നിന്നോടൻ പ്രണയം ഭാഗം 4. അരുൺ എന്ന് പേരുകുത്തിയ താലിമാല കഴുത്തിലേക്ക് ഏറ്റുവാങ്ങുമ്പോൾ അവളുടെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. അവൾ അതേ സന്തോഷത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. പക്ഷെ അവന്റെ മുഖം കനത്തിരിക്കുന്നു. അവളുടെ മുഖം മങ്ങിപ്പോയി. ഒറ്റ നിലയുള്ള ചെറിയ വാർപ്പ് വീടിന് മുന്നിലെത്തിയപ്പോൾ ചന്ദന കണ്ണുകൾ വിടർത്തി ചുറ്റും നോക്കി. ഇത്രയും ചെറിയ വീട്ടിൽ എങ്ങനെയാ എല്ലാവർക്കും കൂടെ കഴിയാൻ പറ്റുന്നേ? അവൾക്ക് അത്ഭുതം തോന്നി. നീ ഇവിടെ തന്നെ നിൽക്കാൻ പോവാണോ? അരുൺ ഗൗരവത്തോടെ അവളോട് ചോദിച്ചു. അവൾ അല്ലാന്ന പോലെ തലകുലുക്കി വീടിന് മുന്നിൽ പോയി നിന്നു. സെറ്റ് സാരി ഉടുത്ത് കയ്യിൽ ഒരു നിലവിളക്കും പിടിച്ചുകൊണ്ട് തന്നെ പേടിയോടെ നോക്കിക്കൊണ്ട് വരുന്നത് അരുണിന്റെ അമ്മ രോഹിണിയാണെന്ന് അവൾക്കറിയാമായിരുന്നു. അരുൺ പറഞ്ഞ അവർക്കും അറിയായിരിക്കും ഈ അഹങ്കാരിയായ ചന്ദനയെ. ഓർത്തപ്പോൾ അവൾക്ക് അവളോട് തന്നെ പുച്ഛം തോന്നിപ്പോയി. രോഹിണി നീട്ടിയ നിലവിളക്ക് നിറഞ്ഞ മനസ്സോടെ കയ്യിലേക്ക് വാങ്ങി വലതുകാല് വെച്ച് ആ വീട്ടിനകത്തേക്ക് കയറുമ്പോൾ ഈ ജന്മം മുഴുവൻ അരുണിന്റെ ഭാര്യയായി കഴിയാനുള്ള ഭാഗ്യം കിട്ടണേന്ന് മാത്രമേ അവൾ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. അകത്തേക്ക് കയറി പൂജാമുറിയിൽ വിളക്ക് വെച്ച് അവൾ ദീർഘസുമംഗലിയായിരിക്കാൻ പ്രാർത്ഥിച്ചു. അരികിൽ നിൽക്കുന്നവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് അറിഞ്ഞതും അവൾ പെട്ടെന്ന് കണ്ണു തുറന്ന് അവനെ തിരിഞ്ഞു നോക്കി. അവൻ വിവാഹവേഷത്തിൽ തന്നെ ബൈക്കെടുത്ത് പുറത്തേക്ക് പോകുന്നത് കണ്ട് അവളുടെ മുഖം മങ്ങി. ഇത്രയും നേരായിട്ടും എന്നോടൊന്നും നേരെ മിണ്ടിയില്ലല്ലോ അരുൺ. അത്രയ്ക്ക് വെറുപ്പാണോ എന്നെ? അവളുടെ കണ്ണ് നിറഞ്ഞു. ഏട്ടത്തി. പുറകീന്നൊരു പെൺകുട്ടി പേടിയോടെ അവളെ വിളിച്ചു. ചന്ദന സംശയത്തോടെ പുറകിലേക്ക് നോക്കി. തന്നെ ഏട്ടത്തി എന്ന് വിളിച്ച് പേടിയോടെ നോക്കുന്ന ആ സുന്ദരി പെണ്ണിന് തന്റെ പ്രിയപ്പെട്ടവന്റെ മുഖച്ഛായയാണെന്ന് അവൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. അവൾ ആ പെൺകുട്ടിയെ നോക്കി പുഞ്ചിരിച്ചു. അത് കാണവേ അവളുടെ മുഖവും വിടർന്നു. ഹായ് അഞ്ജലി. ചന്ദന അവളെ സ്നേഹത്തോടെ വിളിച്ചു. അവൾ അത്ഭുതത്തോടെ ചന്ദനെ നോക്കി. എന്റെ പേരൊക്കെ അറിയാമോ? അവൾ ചോദിച്ചു. ചന്ദന അവൾക്കടുത്തേക്ക് പുഞ്ചിരിയോടെ വന്ന് അവളുടെ തോളിലൂടെ കൈയിട്ടു. അവൾ ചന്ദനെ തന്നെ ഉറ്റുനോക്കി. അറിയാലോ, അഞ്ജുവിനെക്കുറിച്ച് മോളുടെ ഏട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എനിക്കറിയാം. ആണോ? സത്യമാണോ ഏട്ടത്തി? ഏട്ടൻ എന്നെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഏട്ടനെ ഏട്ടത്തി ഇഷ്ടാണോ? അതുകൊണ്ടല്ലേ ഞങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നെ. പക്ഷെ ഞങ്ങളോട് ഏട്ടത്തി ഇഷ്ടല്ലാതെ വിവാഹം കഴിക്കുന്നതെന്നാ പറഞ്ഞേ. അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. ചന്ദനയുടെ മുഖം മങ്ങി. എങ്കിലും അവൾ അഞ്ജുവിനെ നോക്കി പുഞ്ചിരിച്ചു. എന്നെ മോളുടെ ഏട്ടന് ഇഷ്ടല്ല, പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടാ. അവളുടെ സ്വരമിടറി. അഞ്ജു അവളെ വിടർന്ന കണ്ണാലെ നോക്കി പുഞ്ചിരിച്ചതേയുള്ളൂ. അഞ്ജു, അമ്മ. അമ്മ എവിടെ? എന്നോടൊന്നും മിണ്ടിയില്ലല്ലോ അമ്മ. അവള് സങ്കടത്തോടെ പറഞ്ഞു. അമ്മ അടുക്കളയിലുണ്ട് ഏട്ടത്തി. സത്യത്തിൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഏട്ടത്തിയോട് സംസാരിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അരുണേട്ടൻ ഏട്ടത്തിയെ ഒരു ഭീകരയാണെന്ന പോലെ ഞങ്ങളോട് പറഞ്ഞിരുന്നേ. അഹങ്കാരിയെ, വാശിക്കാരിയെ, വഴക്കു പറയുന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയായിട്ടാ ഞങ്ങൾ ഏട്ടത്തിയോട് സംസാരിക്കാൻ വരാഞ്ഞേ. അവള് മടിച്ചു മടിച്ചു പറഞ്ഞു. ആണോ? എന്നിട്ട് ഇപ്പൊ എന്നോട് മിണ്ടിയല്ലോ, അതോ? ചന്ദന സംശയത്തോടെ ചോദിച്ചു. അതുണ്ടല്ലോ, ഞാൻ ചുമ്മാ വിളിച്ചു നോക്കിയതാ. എന്നോട് മിണ്ടുവോന്നറിയാൻ. വഴക്ക് കേൾക്കുന്നാ ഞാൻ കരുതിയേ. പക്ഷെ ഏട്ടത്തി എന്തൊരു പാവാ. ഏട്ടൻ എന്നെ പറ്റിച്ചു. അഞ്ജുവിന്റെ മുഖം വീർത്തുപോയി. അത് കാണവേ ചന്ദനയ്ക്ക് ചിരി പൊട്ടി. ഞാനത്രയ്ക്ക് പാവോന്നല്ല. അവള് കുറുമ്പോടെ പറഞ്ഞു. ആണോ? സാരില്ല. എനിക്കെന്തായാലും എൻ്റെ ഏട്ടത്തിയെ ഇഷ്ടായിട്ടോ. അവള് ചന്ദനയുടെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ചന്ദന അവളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. അടുക്കളയിൽ എന്തോ ജോലിയിലാണ് രോഹിണി. ഒരു കല്യാണ വീടാണെങ്കിലും പെട്ടെന്നുള്ള വിവാഹം ആയതുകൊണ്ട് തന്നെ അയൽക്കാരല്ലാതെ മറ്റാരും വന്നിരുന്നില്ല കല്യാണത്തിന്. അതുകൊണ്ട് തന്നെ ആ വീടിപ്പോഴും ശാന്തമാണ്. ഒരു ശബ്ദവും ഇല്ലാതെ. മകൻ കുറച്ചു ദിവസങ്ങൾക്ക് മുന്നേ പറഞ്ഞറിഞ്ഞ ചന്ദനയെക്കുറിച്ച് ഓർക്കുകയായിരുന്നു രോഹിണി. അവളുടെ ശരീരത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ആഭരണങ്ങൾ അവളുടെ ആഡംബരം വിളിച്ചോതിയിരുന്നുവെന്ന് രോഹിണി ഓർത്തു. തന്റെ മകന്റെ സന്തോഷമുള്ള ജീവിതം കാണാൻ സാധിക്കണമേ എന്ന് ആ അമ്മ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് പുറകിലൂടെ രണ്ട് കൈകൾ വന്ന് അവരെ ചുറ്റിപ്പിടിച്ചു. ഒപ്പം കവിളിൽ അറിഞ്ഞ അവളുടെ ചുണ്ടിന്റെ ചൂടും. അമ്മേ. ചെവിയിൽ അവൾ പതിയെ വിളിച്ചു. രോഹിണി ഞെട്ടലോടെ അവളെ തിരിഞ്ഞു നോക്കി. ചന്ദന അവരെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. രോഹിണിയുടെ മുഖം വിടർന്നു. മോളെ. അവരൽപ്പം പേടിയോടെ വിളിച്ചു. അമ്മയുടെ മോൻ എന്നെക്കുറിച്ച് എന്തൊക്കെയോ കള്ളാ പറഞ്ഞു തന്നിരിക്കുന്നതെന്ന് നേരത്തെ അഞ്ചു പറഞ്ഞപ്പോഴാട്ടോ ഞാൻ അറിഞ്ഞ്. എല്ലാം കള്ളാ. ഞാനൊരു പാവാ. അവൾ നിഷ്കളങ്കമായി അവരോട് പറഞ്ഞു. രോഹിണിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ആണോ? അത്രയും പാവാണോ? എന്നിട്ടാണോടി കാന്താരി നീ എൻ്റെ മോനേട്ട് വട്ടം കറക്കിയേ? രോഹിണി കുറുമ്പോടെ ചോദിച്ചു. ഇഷ്ടം കൊണ്ടാ. അവൾ ഇളിയോടെ പറഞ്ഞു. രോഹിണി നിറഞ്ഞ സന്തോഷത്തോടെ അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു. ചന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞു. രോഹിണി അവളെ ആകുലതയോടെ നോക്കി. എന്തു പറ്റി മോളെ? അമ്മ ഉമ്മ വെച്ചത് കൊണ്ടാണോ? അവർക്കാകെ ആദിയായി. താൻ ഉമ്മ വെച്ചത് അവൾക്ക് ഇഷ്ടമായില്ല എന്ന് അവർക്ക് തോന്നി. ചന്ദന കണ്ണു തുടച്ചുകൊണ്ട് അവരെ കുറുമ്പോടെ നോക്കി. അതെ, ഉമ്മ വെച്ചതുകൊണ്ട് തന്നെയാ. അതുകൊണ്ട് എനിക്ക് ഈ കവിളിലും തായോ ഉമ്മ. അവൾ കുറുമ്പോടെ അവളുടെ ഇപ്പുറത്തെ കവിളും അവർക്ക് കാണിച്ചു കൊടുത്തു.
രോഹിണിക്ക് സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞു. അവരവളുടെ ഇപ്പുറത്തെ കവിളിലും അമർത്തി ചുംബിച്ചു. അപ്പോഴേക്കും അഞ്ജു അങ്ങോട്ടേക്ക് വന്ന് ചിരിയോടെ അവരെ നോക്കി. എനിക്കങ്ങനെ ആരോടും സംസാരിക്കാനൊന്നും അറിഞ്ഞൂടാ അമ്മേ. ഒറ്റയ്ക്കായിരുന്നു ഞാൻ. അച്ഛൻ്റെ കൂടെ ഒരു വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. ഞാൻ സംസാരിക്കുമ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും വേദന തോന്നുന്ന രീതിയിൽ പറഞ്ഞാൽ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ മതി കേട്ടോ. ഞാൻ അനുസരിച്ചോളാം. എനിക്ക് ഇത്തിരി സ്നേഹം മാത്രം തന്നാൽ മതി. അവളുടെ സ്വരമിടറി. രോഹിണി അവളെ വാരിപ്പുണർന്നു. മോള് വിഷമിക്കണ്ട കേട്ടോ, അമ്മയില്ലേടാ, അവര് വാത്സല്യത്തോടെ പറഞ്ഞു. അവളുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് രാത്രിയിലാണ് അരുൺ പിന്നീട് തിരികെ എത്തിയത്. വാതില് കടന്ന് അകത്തേക്ക് കയറും മുന്നേ തന്നെ അവൻ കേട്ടു ചന്ദനയുടെ കുറുമ്പോടെയുള്ള സംസാരവും ചിരിക്കുന്ന ശബ്ദവും. അവൻ സംശയത്തോടെ അകത്തേക്ക് കയറി. അകത്ത് കണ്ട കാഴ്ചയിൽ അവന്റെ കണ്ണ് തള്ളി. അഞ്ജുവിന്റെ തോളിലേക്ക് ചാരിയിരുന്ന് രോഹിണിയോട് ചിരിയോടെ സംസാരിക്കുകയാണ് ചന്ദന. രോഹിണിയുടെ കയ്യിലാണെങ്കിൽ ചോറ് വിളമ്പിയ പാത്രവുമുണ്ട്. അവര് ചോറ് കുഴച്ച് അവളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നത് കണ്ടതും അരുണിന്റെ മുഖം കനത്തു. അമ്മേ! അവൻ ദേഷ്യത്തോടെ അവരെ വിളിച്ചു. ചന്ദന ഉമ്മറത്തേക്ക് നോക്കി. ദേഷ്യത്തോടെ മുന്നിൽ നിൽക്കുന്ന അരുണിനെ കണ്ട് അവള് വായിലാക്കിയ ചോറ് പെട്ടെന്ന് ചവച്ചരച്ചിറക്കി സോഫയിൽ നിന്നും എഴുന്നേറ്റ് നിന്നു. അവൻ അവളെ ആകെയൊന്ന് നോക്കി. ഒരു ടോപ്പും സ്കേർട്ടുമാണ് അവളുടെ വേഷം. സ്കേർട്ടാണെങ്കിൽ ഫുൾ ലെങ്ത്. അവന്റെ കണ്ണ് ചുരുങ്ങി. എന്തോ നടച്ചക്ക ശബ്ദമുണ്ടാക്കി മനുഷ്യനെ പേടിപ്പിക്കുന്നേ, മോള് പോലും പേടിച്ചു പോയല്ലോ. രോഹിണി അവനെ കൂർപ്പിച്ചു നോക്കി. പിന്നെ അല്ലാതെ അമ്മ എന്തിനാ ഇവൾക്ക് ചോറ് വാരി കൊടുക്കുന്നേ? ഞാൻ പറഞ്ഞു തന്നെയല്ല അമ്മയോട് ഇവളെക്കുറിച്ചെല്ലാം. അവൻ കലിപ്പായി. ദേ പൊക്കോൺ എൻ്റെ മുന്നീന്ന്. തങ്കം പോലെ തന്നെ കുഞ്ഞിനെ കുറിച്ച് കള്ളം പറഞ്ഞ് നിന്നെ രണ്ട് പൊട്ടിക്കേണ്ടതാ ഞാൻ. രോഹിണി ദേഷ്യത്തോടെ പറഞ്ഞു. അരുണിന്റെ കണ്ണു മിഴിഞ്ഞു. തങ്കമോ ഇവളോ? അമ്മയ്ക്ക് അറിയാത്തോണ്ട് നിന്റെ സ്വഭാവം. അവൻ അവളെ നോക്കി പുച്ഛിച്ചു. ആ കണക്കായിപ്പോയി. ഏട്ടന്റെ പണി നോക്ക്. അഞ്ജു രംഗത്തിറങ്ങി. അതോടെ ചന്ദനെ ഒന്ന് തറപ്പിച്ചു നോക്കി അവൻ അവന്റെ റൂമിലേക്ക് കയറിപ്പോയി. ചന്ദന ഒരു ചിരിയോടെ അവൻ പോകുന്നതും നോക്കി നിന്നു. രാത്രിയിൽ അവന്റെ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ അവളുടെ കാലുകൾ വിറച്ചിരുന്നു. അവൻ ബെഡിൽ മലർന്നു കിടക്കുന്നുണ്ട്. അവളെ കണ്ടതും അവൻ ചുണ്ടുകൊട്ടി മുകളിലേക്ക് നോക്കിക്കിടന്നു. ചന്ദന ഡോറടച്ച് കുറ്റിയിട്ട് അവന്റെ അടുത്ത് ബെഡിലിരുന്നു. അവൻ പെട്ടെന്ന് ബെഡിൽ എഴുന്നേറ്റിരുന്ന് അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചു. അവള് വേദനയോടെ കണ്ണുകൾ ചുരുക്കി. എന്താടി നിന്റെ ഉദ്ദേശം? വന്ന ഉടനെ എൻ്റെ വീട്ടുകാരെ എന്തു കൊടുത്ത് മയക്കിയിട്ടാണടി നീ നിന്റെ ഭാഗത്തേക്കാക്കിയേ? അവൻ അവളോട് ദേഷ്യത്തോടെ ചോദിച്ചു. അവള് കവിളിലിരിക്കുന്ന അവന്റെ കൈക്ക് മുകളിൽ കൈവച്ച് അവനെ ദയനീയമായി നോക്കി. അത് കണ്ടതും അവൻ അവളുടെ കവിളിൽ നിന്ന് പിടിവിട്ടു. അവന്റെ നോട്ടം അവളുടെ കവിളിലേക്ക് തന്നെ പോയി. അവിടെ അവന്റെ വിരല് പതിഞ്ഞ പാടുകൾ. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ആ എന്ത് പിടിയായിരുന്നു നീ പിടിച്ചേ? എനിക്ക് നല്ലോണം വേദനിച്ചു കേട്ടോ. അവള് കവിളൊഴിഞ്ഞുകൊണ്ട് അവനെ കൂർപ്പിച്ചു നോക്കി. അവൻ ചുണ്ടുകൊട്ടി അവളിൽ നിന്ന് മുഖം തിരിച്ചു. അരുൺ! അവൾ ആർദ്രമായ സ്വരത്തിൽ വിളിച്ചു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. സോറി അരുൺ, എനിക്കറിയാം നിനക്കെന്നെ ഇഷ്ടമല്ലാന്ന്. പക്ഷേ എനിക്ക് നിന്നെ വേണമായിരുന്നൂടാ. കിട്ടില്ലാന്ന് തോന്നിയപ്പോൾ പിന്നെ ജീവിക്കേണ്ടെന്ന് തോന്നി. അതാ അന്ന് അങ്ങനെയൊക്കെ. അവളുടെ ശബ്ദം താഴ്ന്നു. അവൻ അല്പനേരം ഒന്നും മിണ്ടിയില്ല. അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. ചാവാനായിരുന്നെങ്കിൽ വല്ല വിഷോ വാങ്ങി കുടിച്ചൂടായിരുന്നോ? എന്നാ പിന്നെ അപ്പൊ തന്നെ തീർന്നേനല്ലോ. ഇത് ബാക്കിയുള്ളവരുടെ ജീവിതം കൂടി നശിപ്പിക്കാൻ. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അവളുടെ കണ്ണൊന്ന് കലങ്ങിയെങ്കിലും അവൾ അവനെ മുഖം വീർപ്പിച്ചു നോക്കി. അങ്ങനെ ഞാനൊന്ന് ചത്തിരുന്നെങ്കിൽ എനിക്കിപ്പം നിന്നെ കിട്ടുമായിരുന്നോ? കുറുമ്പായിരുന്നു ആ സ്വരത്തിലെങ്കിലും അവളുടെ ശബ്ദം ഇടറിയത് അവനും അറിഞ്ഞിരുന്നു. എന്തിനായിരുന്നു ഈ വാശി? അങ്ങനൊരു വാശി കൊണ്ട് നിനക്ക് ഈ ജീവിതത്തിൽ നിന്നൊന്നും എന്നിന്ന് കിട്ടാൻ പോകുന്നില്ല ചന്ദന. ഇവിടെയുള്ള ആളുകളെ നിനക്ക് നിന്റെ കപട സ്നേഹം കാണിച്ച് മയക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷെ എന്നോടത് കഴിയില്ല. ഒരിക്കലും ഞാൻ നിന്നെ സ്നേഹിക്കാനും പോകുന്നില്ല. അല്ലെങ്കിൽ നിനക്ക് എന്നോടുള്ളത് സ്നേഹമല്ലല്ലോ, വാശിയല്ലേ? ആ വാശി കൊണ്ട് നേടിയെടുത്തതല്ലേ നീ എന്നെ? അവൻ പുച്ഛത്തോടെ ചോദിച്ചു. അത്രയ്ക്കിഷ്ടാണ് എനിക്ക് നിന്നെ. അവള് വേദനയോട് പറഞ്ഞു. ഇഷ്ടം അത് ഒരാൾക്ക് മാത്രം തോന്നേണ്ട ഒന്നല്ല ചന്ദന. നിനക്ക് എന്നോടുള്ളത് ഇഷ്ടമല്ല. എന്നെ നേടുക എന്നുള്ളത് നിന്റെ വാശിയായിരുന്നു. ഒരു കളിപ്പാട്ടത്തിന് വേണ്ടി കുട്ടികൾ വാശി പിടിക്കും പോലെ വാശി പിടിച്ചതാ നീ. അവസാനം നിന്റെ അച്ഛൻ ആ പാവം മനുഷ്യന്റെ കണ്ണീരിന് മുന്നിൽ എനിക്ക് അടിയറവ് പറയേണ്ടി വന്നു. പക്ഷെ നിന്റെ കണ്ണീരിന് മുന്നിൽ ഒരിക്കലും ആ അലിവ് നീ പ്രതീക്ഷിക്കണ്ട. അവൻ കനത്ത സ്വരത്തിൽ പറഞ്ഞു. അവൾ പെട്ടെന്ന് അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു. അരുൺ ഞെട്ടിപ്പോയി. അവളുടെ കൈകൾ അവനെ ചുറ്റിപ്പിടിച്ചു. അവളെ പിടിച്ചു മാറ്റാൻ മനസ്സ് പറയുന്നുണ്ടെങ്കിലും ശരീരം അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. അരുൺ ആകെ വല്ലാത്തൊരവസ്ഥയിലായി. ചന്ദന! അവൻ വിളിച്ചു. വേണ്ട, നീ എന്നെ സ്നേഹിക്കണ്ട അരുൺ. പക്ഷേ എനിക്ക് സ്നേഹിക്കാലോടാ. ഞാൻ സ്നേഹിക്കും. എനിക്കെന്നും നിന്നെ കണ്ടാൽ മാത്രം മതി. അല്ലാതെ ഒന്നും വേണ്ട. എന്നും എൻ്റെ മുന്നിൽ ഉണ്ടായാൽ മതി. അവൾ അവന്റെ നെഞ്ചിൽ അമർത്തി ചുംബിച്ചു. അരുൺ വിറച്ചുപോയി. നെഞ്ചിൽ അവളുടെ കണ്ണുനീരിന്റെ നനവ് അവനറിഞ്ഞു. അവൾ അവനീന്ന് അകന്നിരുന്നു. അവൻ അവളുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. തുടരും.